ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് സെയിം കിഡ് സ്കോളർഷിപ്പ് എക്സാമിന് കലണ്ടറുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുടെ മോഡൽസ് ആയിട്ടാണ്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2026 ജനുവരി 15 വ്യാഴം ആണെങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട്? ആദ്യം നിങ്ങൾ ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളാണ് ഉണ്ടാവുക എന്ന് പഠിച്ചിരിക്കണം. ഇത് സിമ്പിളാണ്. ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28, ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഉണ്ടാവും. മാർച്ചിൽ 31, ഏപ്രിലിൽ 30, മെയ്യിൽ 31, ജൂണിൽ 30, ജൂലൈയിൽ 31, ആഗസ്റ്റിൽ 31 ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 31, നവംബറിൽ 30, ഡിസംബറിൽ 31. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചോദ്യത്തിലേക്ക് പോകാം. 2026 ജനുവരി 15 വ്യാഴം ആണെങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴങ്ങളുണ്ട്? ജനുവരിയിൽ 31 ദിവസങ്ങളാണല്ലോ ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു അല്ലേ, ജനുവരിയിൽ 31 ദിവസങ്ങളാണ്. ഇവിടെ ജനുവരി 15 വ്യാഴം ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഓരോ ദിവസം കഴിയുമ്പോഴും ദിവസങ്ങൾ റിപ്പീറ്റ് അടിക്കും. ഓക്കെ, ഓരോ ദിവസം കഴിയുമ്പോഴും സെയിം ദിവസം തന്നെയാണ് പിന്നെയും വരിക. അതായത് 15-ാം തീയതി വ്യാഴമാണെങ്കിൽ ദിവസം കഴിഞ്ഞിട്ട്, അതായത് കൂട്ടുക, അതായത് 22-ാം തീയതി വ്യാഴം തന്നെയാണ് വരിക. ആവർത്തിക്കും വ്യാഴം. ഓരോ ദിവസം കഴിയുമ്പോൾ സെയിം ദിവസം തന്നെ ആയിരിക്കും. ഇനി 22-നോട് ദിവസം കൂട്ടുക, അപ്പോൾ എത്രയാണ്? 29. അന്നും വ്യാഴമായിരിക്കും. ജനുവരി 29-ാം തീയതിയും വ്യാഴം തന്നെയാണ് വരിക. ഇനി നമ്മൾ കൂട്ടണോ? ഇല്ല, ഈ മാസം 31 വരെയേ ഉള്ളൂ. കൂട്ടിയാൽ 31 കടക്കും. അതുകൊണ്ട് ഇവിടെ നിർത്താം. എന്നാൽ 15-ന്റെ ബേക്കോട്ട് നോക്കണം. 15-ൽ നിന്ന് കുറച്ചാൽ 8. 8-ാം തീയതി വ്യാഴമാണ്. ഓരോ ദിവസം ബേക്കോട്ട് പോവുക. ഓക്കെ, ഇനി 8-ൽ നിന്ന് കുറയ്ക്കുക. 1-ാം തീയതി വ്യാഴം തന്നെയാണ് വരുന്നത്. സോ ഈ മാസത്തിൽ 1-ാം തീയതി വ്യാഴമാണ്, 8 വ്യാഴമാണ്. 29-ാം തീയതി വ്യാഴമാണ്, 22-ാം തീയതി വ്യാഴമാണ്. നമ്മുടെ ചോദ്യത്തിൽ തന്ന 15-ാം തീയതി വ്യാഴമാണ്. എത്ര വ്യാഴങ്ങളായി? 5 വ്യാഴങ്ങളാണ് ഉള്ളത്. സോ നമ്മുടെ ചോദ്യത്തിലെ ഉത്തരം 5 വ്യാഴങ്ങൾ എന്നാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് ഇതേ മോഡലുള്ള മറ്റൊരു ചോദ്യം നോക്കാം. 2025 മാർച്ച് 1 ശനിയാഴ്ചയാണെങ്കിൽ മാർച്ച് മാസത്തിൽ എത്ര ശനിയാഴ്ചകൾ ഉണ്ടാകും? സോ ഇവിടെ നമുക്ക് നോക്കാം. മാർച്ച് 1 ശനിയാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഓരോ ദിവസം കഴിയുമ്പോഴും ദിവസങ്ങൾ ആവർത്തിച്ച് വരും. 1 ശനിയാണെങ്കിൽ ദിവസം കഴിഞ്ഞാൽ പിന്നെയും ശനി വരും. അതായത് 1-നോട് കൂട്ടുക, 8. 8-ാം തീയതിയും ശനിയായിരിക്കും. പിന്നെ 8-നോട് കൂട്ടുക, എത്രയാണ്? 8-നോട് കൂട്ടിയാൽ 15. 15-ാം തീയതിയും ശനിയാണ്. 15-നോട് കൂട്ടിയാൽ 22. 22-ാം തീയതിയും ശനിയാണ്. 22-നോട് കൂട്ടിയാൽ 29. 29-ാം തീയതിയും ശനിയാണ്. ഇപ്പോൾ ഏതൊക്കെ ഡേറ്റുകളിലാണ്, തീയതികളിലാണ് ശനി ഉള്ളതെന്ന് നമുക്കറിയാം. 1 ശനിയാണ്, 8-ാം തീയതി ശനിയാണ്, 15-ാം തീയതി ശനിയാണ്, 22-ാം തീയതി ശനിയാണ്, 29-ാം തീയതി ശനിയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ശനികൾ ഉണ്ടെന്നാണ്. ഉത്തരം കിട്ടിയില്ലേ? 5 ശനികളാണ് ഉള്ളത്. അടുത്തൊരു ചോദ്യം നോക്കാം. 2027 ജൂൺ 10 ബുധനാഴ്ചയാണെങ്കിൽ ജൂൺ 1 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ ജൂൺ 10 ബുധനാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിവസം മുൻപേയും 10 ആയിരിക്കില്ലേ? അതായത് 10-ൽ നിന്ന് കുറയ്ക്കുക, 3 എന്ന് കിട്ടി. 3-ാം തീയതിയും ബുധനാണ്. ഓക്കെ, 3 ബുധനാണെങ്കിൽ 2-ാം തീയതി ചൊവ്വയല്ലേ വരിക? തലേ ദിവസം ചൊവ്വയാണ്. 1-ാം തീയതി തിങ്കളാണല്ലോ വരിക. ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജൂൺ 1 ഏതാണ് ദിവസം എന്നാണ്. ഉത്തരം തിങ്കൾ എന്നാണ്. അടുത്തൊരു ചോദ്യം. 2028 ഫെബ്രുവരി 1 ചൊവ്വയാണെങ്കിൽ ഫെബ്രുവരി 29 ഏത് ദിവസമായിരിക്കും? 1 ചൊവ്വയാണെങ്കിൽ നമുക്കറിയാം ദിവസം കഴിയുമ്പോൾ, അതായത് 8-ാം തീയതിയും ചൊവ്വയാണ്. പിന്നെ ദിവസം കൂടി കൂട്ടുക, 15 എന്ന് കിട്ടും. 15-ാം തീയതിയും ചൊവ്വയാണ്.
പിന്നെയും 7 ദിവസം കൂട്ടുക, 22 എന്ന് കിട്ടും. 22-ാം തീയതിയും ചൊവ്വയാണ്. പിന്നെയും 7 ദിവസം കൂട്ടുക, അപ്പോൾ 29 എന്നാണ് കിട്ടുന്നത്. 29-ാം തീയതി ഏതാണ്? ചൊവ്വയാണ് ദിവസം വരുന്നത്. ഇവിടേക്ക് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് 7 ദിവസം കൂട്ടുമ്പോൾ സെയിം ദിവസം തന്നെയാണ് വരിക. 7 ദിവസം കുറച്ചാലും അതേ ദിവസം തന്നെയാണ് വരിക. ഓക്കെ, ഓരോ ആഴ്ചയിലും ദിവസങ്ങൾ ആവർത്തിച്ച് വരും. അടുത്ത ചോദ്യം, ഒരു മാസം 30 ദിവസമുള്ളതാണ്. 15-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിൽ എത്ര വെള്ളിയാഴ്ചകൾ ഉണ്ടാകും? ഇവിടെ 15 വെള്ളിയാണ്. അങ്ങനെയാണെങ്കിൽ ദിവസം ബേക്കൗട്ട് പോയാൽ 8-ാം തീയതിയും വെള്ളിയായിരിക്കും. പിന്നെ 8-ൽ നിന്ന് 7 കുറയ്ക്കുക, എത്രയാണ്? 1 എന്ന് കിട്ടും. 1-ാം തീയതിയും വെള്ളി തന്നെയാണ് വരിക. ഇനി നമുക്ക് 15നോട് കൂട്ടാം, മുൻപോട്ട് പോയി നോക്കാം. 15 കൂട്ടണം 7 എത്രയാണ്? 22 വരുന്നത്. 22-ാം തീയതിയും വെള്ളി തന്നെയാണ്. ഇനി 22നോട് നമുക്ക് 7 കൂട്ടാം, 29 എന്നാണ് കിട്ടുന്നത്. 29 ആകുമ്പോൾ അതും വെള്ളിയാണ്. സോ ഇവിടെ നമ്മുടെ മാസത്തിലെ ദിവസങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, ഡേറ്റ് അവസാനിച്ചിട്ടുണ്ട് അല്ലേ? 5 വെള്ളികളാണ് വരുന്നത്. ഈ മാസത്തിൽ 5 വെള്ളികളാണ്. 5 എന്നാണ് ഉത്തരം. 29 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് കൂട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് സംശയം വരരുത്. കാരണം പിന്നെ കൂട്ടിയാൽ 30 കഴിഞ്ഞ് പോവും. ഒരു മാസം എന്ന് ഇവിടെ ചോദ്യത്തിലെ മാസം എന്ന് പറയുന്നത് 30 നമുക്കറിയാം. എല്ലാ മാസം 31-ലധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ നോക്കാത്തത്. മറ്റൊരു ചോദ്യം നോക്കാം. 2026 ജനുവരി 26 തിങ്കളാഴ്ചയായാൽ 2026 ഫെബ്രുവരി 2 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. നമുക്കറിയാം ഓരോ ദിവസം കഴിയുമ്പോഴും ദിവസം ആവർത്തിച്ച് വരും. 26 തിങ്കളാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ദിവസം കഴിഞ്ഞാൽ ഏതാണെന്ന് നോക്കാം. അതായത് 26നോട് കൂട്ടി നോക്കുക. അതായത് 27, 28, 29, 30, 31. നമുക്കറിയാം ജനുവരിയിൽ 31 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 31 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 32 എന്ന് എണ്ണരുത്, 1 എന്നാണ് എണ്ണേണ്ടത്. കാരണം അടുത്തത് വരുന്നത് പിന്നെ തുടങ്ങുന്നത് അടുത്ത മാസം 1 ആണല്ലോ. സോ 1, 2. ഈ ജനുവരി 26നോട് കൂട്ടുമ്പോൾ നമുക്ക് ഫെബ്രുവരി 2 എന്നാണ് കിട്ടുന്നത്. അതായത് ഫെബ്രുവരി 2ഉം തിങ്കളാഴ്ചയാണെന്ന് പറയാം. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, തിങ്കൾ ആണ്. അടുത്ത ചോദ്യം, ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ ജനുവരി 26 ഏത് ദിവസമായിരിക്കും? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്. നമ്മൾ കലണ്ടറും സമയവുമായി ബന്ധപ്പെട്ടിട്ട് വേറെയും ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടിയവർ ലിങ്ക് എന്ന് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് അറിയിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.